അത്ഭുതപ്പഴം പൊട്ടിക്കാനായിട്ട് പറമ്പിലേക്ക് വന്നതാണ് പുള്ളിക്കാരൻ. ഞാൻ കൂടെ അങ്ങോട്ട് പോന്നു. പാമ്പും അതുപോലെ തന്നെ പഴുതാരിയൊക്കെയുള്ള പറമ്പല്ലേ, ഇനിയിപ്പോൾ കൊച്ചിനൊന്നും പറ്റണ്ടെന്ന് വെച്ചിട്ട് അമ്മ സ്നേഹം കാണിക്കാൻ വന്നതാണ്. പകുതി ഞാൻ പൊട്ടിക്കേണ്ടി വന്നു കേട്ടോ. മുകളിലൊക്കെ ഒരുപാട് മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാം കിളികൾ കൊണ്ടുപോകാറാണ് പതിവ്. ഇപ്രാവശ്യം നിറയെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നോക്കിയാടാ എത്ര ഉണ്ടായിട്ടുള്ളതെന്ന്. ശ്രീകുട്ടൻ്റെ കുറച്ചൊക്കെ പൊട്ടിച്ച് ആളുടെ ഡ്രസ്സിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇരുമ്പമ്പുളി കഴിക്കാം, നല്ല അടിപൊളിയായിട്ട് മാങ്ങ, പേരയ്ക്ക, ഇവക ഐറ്റംസ്. എന്ത് ഫ്രൂട്ട്സ് നമ്മൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും അതീവ മധുരമായിരിക്കും കേട്ടോ. ഇതെപ്പോഴെങ്കിലും നിങ്ങൾക്ക് പുളിയുള്ള ഇരുമ്പുളിയൊക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇവനൊരെണ്ണെടുത്ത് കഴിച്ചിട്ട് പിന്നെ പുളി കഴിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. അങ്ങനെ ശ്രീകുട്ടനെ സ്കൂളിലാക്കിയിട്ട് ഞാൻ പതുക്കെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങി. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഗംഭീര ഓഫറാന്ന് പറഞ്ഞ് നമ്മൾ ചാടിത്തുള്ളി എത്തുമ്പോൾ അവിടെ ഒരു കുന്തൂല്യ കുറച്ചക്കറോ ഇല്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് പേരിലുണ്ടായിരുന്നെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും മാക്സിലൊക്കെ കയറി അലഞ്ഞ് തിരിഞ്ഞ് എനിക്ക് വേണ്ടതൊന്നും കിട്ടിയൊന്നുമില്ല. എങ്കിലും കുറച്ച് സമയം ഒരു നമ്മുടെ ഫ്രീ സ്പേസ് എന്ന് പറയില്ലേ, നമ്മൾ മാത്രമുള്ള കുറച്ച് സമയം അത് ആസ്വദിച്ചു കേട്ടോ. ഈ ക്യാമറയൊക്കെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ പതുക്കെ നടന്ന് നീങ്ങാറാണ് പതിവ്. നിങ്ങൾ ആരെങ്കിലും ഇതിലിങ്ങനത്തെ വീഡിയോസ് ഷോർട്സ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ടിപ്പ് എനിക്കും പറഞ്ഞു തന്നോളൂ കേട്ടോ. അങ്ങനെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട്. എനിക്ക് ഈ ലുലു മോട്ടലാണ് കുറച്ചും കൂടിയും എൻ്റേതായ ഒരു ഏരിയ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഹെൽത്തി കുട്ടൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന കാരണം കൊണ്ട് ഇപ്പം നമ്മൾ ആ ഏരിയയാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാറ് കേട്ടോ. പച്ചക്കറിയുടെ സെക്ഷനിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ പോകാറില്ല. നമുക്ക് കടയുണ്ടല്ലോ. പക്ഷേ ഇപ്രാവശ്യം അവിടെ കണ്ടോ സാമ്പാറിനും അവിയലിനും ഒക്കെ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ. നല്ലൊരു ബിസിനസ് ഐഡിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മുടെ കടയിലും ഇങ്ങനെ ചെയ്താൽ എന്താ എന്നുള്ള ഒരു ചിന്ത എനിക്ക് അവിടെ ഉദിക്കായേ വന്നില്ല. അത് കാരണം കൊണ്ട് കുറച്ച് കാര്യമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഭാഗ്യന് കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിക്കുന്ന ഫുഡ് തന്നെ ശ്രീകുട്ടനും ഭാഗ്യനൊക്കെ കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കാത്ത കാരണം കൊണ്ട് അവർക്കുള്ള ഫുഡും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഡക്റ്റൊക്കെ നമ്മൾ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.